ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ചില്ലി ചിക്കൻ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ ആണ്. നമുക്ക് വീട്ടിലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമന്റ്, ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഇത് 1 kg ചിക്കൻ ആണ് കേട്ടോ. അതിൽ എല്ലും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ വിനാഗിരിയാണ്. 1/2 ടീസ്പൂൺ സോയാ സോസ്. പിന്നെ ഇതിനൊരു കളറിന് ആവശ്യമുള്ള കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ ആണ്. 1 kg ചിക്കൻ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്തത്, അതും ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇതാ 1/2 ബോൾ കേട്ടോ കോൺഫ്ലവറിന്റെ പൊടി കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാവും നല്ലത്. അപ്പോഴാണ് ഒന്നുകൂടെ പെട്ടെന്നായി കിട്ടുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് കൂടെ മാറ്റി വെക്കാം. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ മാറ്റി വെക്കാം. പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത് വലിയ ഉള്ളി കേട്ടോ, സവാളയാണ്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ നടു കട്ട് ചെയ്ത് ഇങ്ങനെ ഇതളാക്കിയിട്ട് എടുക്കുക. കണ്ടോ, ഇങ്ങനെ എടുക്കുക കേട്ടോ. ഓരോന്നാക്കിയിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് മല്ലിയില കുറച്ച് വേണം. പിന്നെ ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം കേട്ടോ. ഇത് വലിയ 3 സവാളയാണ്. പിന്നെ വേണ്ടത് പച്ചമുളക്. പിന്നെ നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും, പിന്നെ എള്ളാണ് കേട്ടോ, വെളുത്ത എള്ള് ഇതിനാവശ്യമായിട്ടുള്ളത്. നമുക്ക് ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. ഇതൊക്കെ റെഡിയാക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് പിന്നെ പാചകം തുടങ്ങാലോ. അതിന് വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കട്ട കൂടാതെ മിക്സ് ചെയ്തെടുക്കാം. കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ടെടുക്കാം കേട്ടോ. നമ്മളെ ഡിഷ് കുറച്ച് കളറാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇപ്പോൾ പാകമായിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂറായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ഇതെല്ലാം നുറുക്കി വെക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ആയി കിട്ടും. ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഹാർഡായി പോവും ചിക്കന്. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായാൽ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചെറുതീയിലാണ് വെക്കേണ്ടത്. ഇപ്പൊ കുറച്ച് സമയമായിട്ടുണ്ട്.
മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവട്ടെ. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാനിത് ഫുള്ള് ഒന്ന് വറുത്തെടുക്കട്ടെ. ചിക്കൻ ഫുള്ള് നമ്മളിതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഫുള്ളായി. അപ്പം ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലുള്ള സോസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഞാൻ ചിക്കൻ വറുത്തെടുത്ത എണ്ണല്ലേ അത് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ച്. ഇതാ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു തവിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഫുൾ തീരാക്കിയിട്ട് വേണം കേട്ടോ ഇത് എടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ ആ ഓണിയൻ ചേർത്ത് കൊടുക്കാം. തീ ഫുൾ കൂട്ടി കൊടുക്കണം കേട്ടോ. ഇത് അപ്പോൾ അധികം അങ്ങനെ കുക്കാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ 1/2 kg ചിക്കൻ ആണെങ്കിൽ ഞാൻ എടുത്തതിൻ്റെ എല്ലാതും അതിൻ്റെ പകുതി എടുത്താൽ മതി. 2 kg ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കേണ്ടി വരും കേട്ടോ. ഇത് 1 മിനിറ്റോളം ഞാൻ വഴറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചെറുതായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്താണ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടത്. ക്യാപ്സിക്കും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഓണിയൻ്റെ പൂവില്ലേ, ഉള്ളിപ്പൂവ് ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ അത് ഞാൻ 4-5 കടയിൽ കയറിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് വഴന്ന് ശേഷം നമുക്ക് അതിട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് കിട്ടാത്തതിനെ കൊണ്ടാണ്. ഇത് 1 മിനിറ്റ് ഒന്ന് വഴന്ന് കിട്ടട്ടെ. അപ്പോൾ ക്യാപ്സിക്കം ഇട്ടിട്ട് നമ്മൾ 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഒരു 1 മിനിറ്റോളം വഴറ്റി കൊടുക്കാം. അപ്പം എല്ലാം കൂടി ഒരു 3 മിനിറ്റാണ് കേട്ടോ. സമയം പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഉള്ളിയൊന്നും പറ്റ വാടി കുഴഞ്ഞ് പോകരുത്. ഒരു ഇന്ത്യോ ചൈനീസ് ഡിഷ് അല്ലേ, അപ്പം അതിൻ്റെതായൊരു കണക്കൊക്കെ ഉണ്ടേ. 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കണേ. ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. ചിക്കനിലുള്ളത് കാരണം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ കേട്ടോ ഉപ്പിടുന്ന. ഇതിലേക്ക് മാത്രം മതി, ചിക്കനിൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈ സോസൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതായത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫുൾ തീ തന്നെയാണ് കേട്ടോ, എപ്പോഴും ഫുൾ ഫ്ലെയിമാണ്. അപ്പോൾ ഇത് ഹോട്ടലിൽ ഭയങ്കര കളറും ആവും, നല്ല എരിവും ആവും. അപ്പം നമ്മൾ കളർ ഇട്ട് കൊടുക്കണ്ട. പിന്നെ എരിവ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളതല്ല. അപ്പം അതുകൊണ്ട് കുരുമുളകിൻ്റെ എരിവുണ്ടാവും. പിന്നെ ഞാൻ 1 മുളകാട്ടത് ആകെ ഇട്ടിട്ടുള്ളൂ, നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം, കുരുമുളക് പൊടിയുടെ എണ്ണം കൂട്ടാം കേട്ടോ. ഞാൻ ഇട്ടെടുത്ത അളവിലേറെ കുറച്ച് കൂട്ടി കൊടുക്കാം. നമുക്ക് തീ ഒന്ന് ചെറുതാക്കി കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് ഈ ചിക്കനിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി അടിച്ചു വെക്കാം കേട്ടോ. തുറന്ന് നോക്കട്ടോ. കേട്ടോ, ചിക്കനൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ള എള്ള് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കന് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. എള്ളൊന്ന് അതിലൊന്ന് റെഡി ആയി വരട്ടെ. നമുക്ക് തീ ഓഫാക്കിയിട്ട്
1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തീ ഓഫ് ആക്കാം കേട്ടോ. 1 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈ സമയത്ത് ഒരിത്തിരി മല്ലിയില ചേർത്ത് കൊടുക്കട്ടെ. ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താ മതി. കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എല്ലാം എടുക്കാൻ ശ്രമിക്കണം. അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.